സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സന്ധ്യ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവവചനവുമായി തിരുമുമ്പാകിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തന്ന ഈ വലിയൊരു അവസരം ഓർത്ത് സകല മഹത്വവും പുകഴ്ചയും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു വിഷയം സന്ദർഭവശാൽ ചർച്ച ചെയ്തതിനാൽ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കഴിഞ്ഞ ക്ലാസ് പോയത്. എന്നാൽ ഇന്ന് 38ാമത്തെ ക്ലാസ് എന്ന നിലയിൽ തന്നെ അതിനു മുൻപ് പറഞ്ഞു നിന്ന ഭാഗത്തിന്റെ തുടർമാനമായി ഇന്ന് ക്ലാസ് മുന്നോട്ട് നീക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടും. ഞാൻ പറഞ്ഞു വെച്ച ഭാഗം നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് കരുതുന്നു. മർക്കോസിന്റെ സുവിശേഷമാണ് നമ്മൾ പഠിച്ച് അവസാനിച്ച് മത്തായിയുടെ സുവിശേഷം തുടങ്ങി. അപ്പോൾ അതിപ്രധാനമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പഠിപ്പിക്കലുകളുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകുകയുണ്ടായി. അത് നിങ്ങൾ ശ്രദ്ധിച്ചുവെന്നും വിശുദ്ധ തിരുവഴുത്തിലൂടെ അത് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കും. അതിൽ വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഗതി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പലതവണ ആവർത്തിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് ചില ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മുന്നോട്ട് നീങ്ങുന്ന സന്ദർഭം അതനുസരിച്ച് അതിന്റെ മറുപടി ഞാൻ നൽകുന്നതുമായിരിക്കും. പ്രത്യേകിച്ചും ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്ന 7 കൂട്ടം കാര്യങ്ങൾ അല്ല എന്നും സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ 40 എണ്ണം ഉണ്ടെന്നും അത് മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലായി വളരെ വിശാലമായ നിലയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അത് പഠിപ്പിച്ചു എന്ന് ഞാൻ ഓർപ്പിച്ചു. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്ന 7 കൂട്ടം കാര്യങ്ങൾ തിരസ്കരിക്കണം എന്നല്ല, മറിച്ച് ദൈവസഭയിലേക്കുള്ള എൻട്രി ക്ലിയറൻസ് എന്ന നിലയിലാണ് ആ 7 ഡോക്ട്രിൻ നിലകൊള്ളുന്നത് എന്ന് ഞാൻ ഓർപ്പിച്ചു. അതിനെ അതുകൊണ്ട് വില കുറച്ച് കാണണമെന്നോ അതിന് പ്രാധാന്യമില്ലെന്നോ അല്ല അതിന്റെ അർത്ഥം. മറിച്ച് അതിനേക്കാൾ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ 5, 6, 7 അധ്യായങ്ങളിലായി മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നതെന്നും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്ന മാനസാന്തരം തുടങ്ങിയ 7 കൂട്ടം കാര്യങ്ങൾ സഭയിലേക്കുള്ള പ്രവേശനത്തിനുള്ള എൻട്രി ക്ലിയറൻസ് ആണെന്നും ഞാൻ വളരെ വിശദമായ നിലയിൽ നിങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് കണക്കാക്കുന്നു. അപ്പോൾ 1-2 പേരോട് ചോദിച്ചു, അങ്ങനെ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന ആ ഉപദേശങ്ങളെ കുറിച്ചുള്ള ക്ലാരിറ്റി ഒന്ന് തന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ക്വൈറ്റ് സിമ്പിൾ. ഒരു ചെറിയ കാര്യം മാത്രമാണ്. അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അതുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങാം. നമ്മൾ മത്തായിയുടെ സുവിശേഷം എന്ന പുസ്തകത്തിലേക്ക് പ്രവേശിക്കുക. അത് മത്തായിയുടെ സുവിശേഷം നമ്മൾ അങ്ങനെ വിശദമായി പഠിക്കുകയല്ല. നമ്മുടെ ടോപ്പിക്ക് ബേത്ലഹേം ടു മൗണ്ട് ഒലീവ്. ആ യാത്രയ്ക്ക് ഉപോദ്ബലകമായ ഈ 4 സുവിശേഷങ്ങളിൽ കാണുന്ന കാര്യങ്ങളെ ഒന്ന് മനസ്സിരുത്തി ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനൊപ്പം സഞ്ചരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറെ കൂടെ എളുപ്പമാകും എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതൊരിക്കലും ഒരു സുവിശേഷങ്ങളുടെ പഠനമായിട്ട് നിങ്ങൾ കാണരുത്. അത്ര വിശാലമായി ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നതില്ലാത്തതിനാൽ ആ നിലയിൽ കാണരുത്. മറിച്ച് കർത്താവിനോടൊപ്പം ബേത്ലഹേം മുതൽ ഒലൂമല വരെ നമ്മൾ നടക്കുമ്പോൾ ആ കർത്താവിന്റെ യാത്രയും നാം ഒപ്പം സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഗ്രഹിക്കാൻ എളുപ്പമാകുന്ന കാര്യങ്ങളാണ് ഈ 4 സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിനൊപ്പം സഞ്ചരിക്കുമ്പോൾ കുറെക്കൂടെ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ അഥവാ ഗ്രഹിക്കാൻ നമുക്കത് സഹായകമാകും എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷത്തിലേക്കൊന്ന് വരാം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അഥവാ ഒരു പ്രശ്നത്തെ അനുവദിക്കുമ്പോൾ God sets the solution first, then God allows the problems to enter. ആദ്യം തന്നെ പ്രശ്ന പരിഹാരമാണ് ദൈവം ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ആ പ്രശ്ന പരിഹാരം ഒരുക്കി വെച്ചതിന് ശേഷം മാത്രമേ ആ പ്രശ്നം
എൻ്റർ ചെയ്യാനായിട്ട് ദൈവം അനുവദിക്കാറ്. നിങ്ങൾ വിചാരിക്കുക എന്തോ ഈ പറഞ്ഞു വരുന്നത് അല്ലേ? ഓക്കെ, അത് എന്തും ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലും ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. കർത്താവെ വിടുവിക്കണമേ, സഹായിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ബഹളം വെക്കുന്നതിന് മുമ്പേ ഈ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ പരിഹാരമാണ് ദൈവം ആദ്യം ഒരുക്കി വെച്ചത്. അതിനുശേഷമാണ് പ്രശ്നത്തോട് വന്നോളാൻ പറഞ്ഞത്. ഒരു കൊച്ചു ഉദാഹരണം പറയാൻ പിടികിട്ടും. ഞാൻ മത്തായിയുടെ സുവിശേഷമാണ് പറയുന്നത്. നിങ്ങളെ ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു പക്കാ ക്ലാസ് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് നമുക്കൊരു ഉണർവോടൊക്കെ വന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്കൊരു പിന്മാറ്റമോ അല്ലെങ്കിൽ ഒരു ബോറടിയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മളല്ലേ ഈ പെന്തോക്കോസ് വിഭാഗത്തിലുള്ളവരായത് കാരണം ഞാനൊരു ബ്രദർ സ്റ്റൈലിൽ പോയാൽ നിങ്ങൾ ഇത് കഴിഞ്ഞിപ്പം പറയും ക്ലാസ് ഒക്കെ കൊള്ളാമെങ്കിലും പുള്ളി ആത്മാവിലൊന്നും അല്ല പറഞ്ഞെന്ന് പറയല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പേടിയും കൂടെ എന്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം. ഒരു പ്രശ്നം നാം അഭിമുഖീകരിക്കുമ്പോൾ ദൈവം ആദ്യം അതിന്റെ പരിഹാരം ഒരുക്കി വെച്ചതിന് ശേഷം മാത്രമേ ആ പ്രശ്നത്തെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഒരു ചെറിയ ഉദാഹരണം പുസ്തകത്തിൽ തന്നെയാണ്. യഹോവയായ ദൈവം ഏലിയാനോട് പറഞ്ഞു, നീ കെരീത്തിൽ പോയി ഒളിച്ചിരിക്കണം, അവിടെ നിന്നെ പോറ്റേണ്ടത് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ? ഏലിയാനോട് ദൈവം പറയുക, നീ കെരീത്തിൽ പോയി ഒളിച്ചിരിക്കണം, അവിടെ നിന്നെ പോറ്റേണ്ടത് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ആരോടാണ് ദൈവം ആദ്യം സംസാരിച്ചത്? ഏലിയാവിനോടാണോ കാക്കയോടാണോ? ആരോട് സംസാരിച്ചില്ലേ? എന്റെ ചോദ്യം, ദൈവം ആരോട് ആദ്യം സംസാരിച്ചത്? ഏലിയാവിനോടാണോ കാക്കയോടാണോ? കാക്കയോട്. ദൈവം സംസാരിച്ചോ? അതാദ്യം പറ. കാക്കയോട് സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ചെയ്യേണ്ട പറയാ, നീ കെരീത്തിൽ പോയി ഒളിച്ചിരുന്നു, നിന്നെ പോറ്റോട് ഞാൻ കാക്കയോട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. കണ്ടോ? കാക്കയോട് സംസാരിച്ച് ഫുഡ് കൊണ്ടുപോകേണ്ട ടൈമിങ് രാവിലെയും വൈകുന്നേരവും, ഉച്ചയ്ക്കില്ല. സ്തോത്രം. ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം, രാവിലെ വൈകുന്നേരം മാത്രം, 3 നേരമൊന്നും കാക്ക വരുന്നില്ല, 2 നേരമേ വരുന്നുള്ളൂ. രാവിലെയും വരും വൈകുന്നേരം വരും. സ്തോത്രം. അമിത ഭക്ഷണം അന്നേ ദൈവം തമ്പുരാൻ വിലക്കിയത്. നമ്മൾ 3-5 നേരം കഴിക്കുന്നവരാ, പോട്ടെ, അത് നമുക്ക് വിട്ടേക്കാം. കണ്ടോ? അപ്പൊ കാക്കയോട് പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷമാണ് ഏലിയാനോട് കെരീത്തോട് പോക്കോളാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു കെരീത്ത് അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ കെരീത്ത് അനുവദിക്കുന്നതിന് മുന്നമേ കാക്കയെ സെറ്റ് ചെയ്തിട്ട് കെരീത്ത് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കൂ. സ്തോത്രം പറയാൻ തോന്നുന്നുണ്ടോ? ലാസ്റ്റ് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. നിങ്ങൾ അത് അങ്ങ് ഉള്ളിലേക്കുമല്ലോ, അത്രയും മതി. ദൈവം സഹായിക്കട്ടെ. ഇനി അത് മാത്രമാണോ? കുറെ നാൾ കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? തോട്ടിലെ വെള്ളം വറ്റി, കാക്കയുടെ വരവും നിന്നു അല്ലേ? അങ്ങനെ പുസ്തകത്തിൽ പറയുന്നേ ഇല്ല. കാക്കയുടെ വരവ് നിന്നാട്ടൊന്നും പുസ്തകത്തിലില്ല, പാട്ടിനകത്തേ ഉള്ളതൊക്കെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, പാട്ടിന്റെ പുറകെ പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന്. കാക്കയുടെ വരവ് നിന്നാട്ട് പുസ്തകത്തിലില്ല, നിന്ന് കാണുമായിരിക്കാം, പക്ഷെ പുസ്തകത്തിൽ കാണുന്നില്ല. വെള്ളം വറ്റിയത് പിശാച് അടച്ചു കളഞ്ഞതുമല്ല, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മഴ പെയ്യായികയാൽ പറ്റും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ? അവർ വെണ്ടയ്ക്കാശ് ചെയ്തിട്ടുണ്ട്, മഴ പെയ്യാഞ്ഞത് കൊണ്ട് വെള്ളം പറ്റിപ്പോയത്. നമ്മൾ അതൊന്നും നോക്കിയല്ല, നിന്റെ ഉറവയെ അടച്ചു കളയുന്ന ദുഷ്ടശക്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആത്മാവ് കയറും. അതിന്റെ കാര്യം അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മഴ പെയ്യാഞ്ഞുകൊണ്ട് ആ വെള്ളം പറ്റിയത്. നമ്മളതൊന്നും നോക്കിയല്ല. ആരാണ്ട് നീറുറവ് അടച്ചെന്നും പറഞ്ഞ അയൽക്കാരനെ കാണുമ്പോഴല്ലേ നമ്മൾ ഈ കണ്ണുരുട്ടി നോക്കുന്നത്, അവനാണ് നമ്മുടെ ഉറവ അടച്ചത്. അവൻ മഞ്ഞും മനസ്സ് പറഞ്ഞ കാര്യമല്ല. എന്നാലും നമ്മൾ അവനെ കാണുമ്പോഴേ നമ്മുടെ ഉറവയെ അടച്ചു കളഞ്ഞ ദുഷ്ടശക്തിയാന്ന് പറഞ്ഞ അവനെ കാണുമ്പോൾ നമ്മൾ ഈ പല്ലെറുമി ശാസിക്കുന്നത്. അവിടെ അങ്ങ് സംഭവിക്കുക കാണുന്നില്ല. കണ്ടോ? താങ്ക് യു. ഇനി മറ്റൊരു കാര്യം, ദൈവം ഏലിയാനോട് പറയാ, നീ എഴുന്നേറ്റ് സാരഫാത്തിലോട്ട് പോയിക്കൂ, അവിടെ നിന്നെ പോറ്റോടെ ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പൊ അവിടെ ആദ്യം ആരോടാ സംസാരിച്ചേ? വിധവയോട്. അവിടുത്തെ കാര്യം ഓക്കെ അതിന് ശേഷമാ നീ സാരഫത്തിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഒരു സാരഫാത്തിന്റെ അനുഭവം നമുക്ക് വരുന്നുണ്ട്. അതിന് മുന്നമേ അവിടെ നമ്മെ പോറ്റാനുള്ള ആളോട് കൽപ്പിച്ചതിന് ശേഷം, എല്ലാം റെഡിയാക്കിയതിനു ശേഷം മാത്രം തന്നെ സാരഫത്തിലേക്ക് വിടും. നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ ഷാജി പാസി
മത്തായിയുടെ സുവിശേഷം അത് പറഞ്ഞു എതിലേ പോവുകയാണെന്ന്. ഞാൻ വേറെ എങ്ങും പോകുന്നില്ല, ഈ സുവിശേഷം എഴുതും അതുപോലെ തന്നെയാണ് പറയാനായിട്ട്. സ്തോത്രം. അപ്പൊ ആ കൂടെ നിങ്ങൾക്ക് ഒരു ദൂതും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതും കൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത ദൂത് കേൾക്കാൻ ഒരു ആവേശത്തോടെ നിങ്ങൾ മത്തായിയുടെ സുവിശേഷം ശ്രദ്ധിക്കുമല്ലോ. അതിനുവേണ്ടി പ്രൈസ് ഗോഡ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ആദ്യം റെഡിയാക്കിയതിനു ശേഷം മാത്രമേ പ്രശ്നത്തെ അനുവദിക്കൂ എന്ന് മാത്രം നിങ്ങൾ ഉറച്ചാൽ മതി. നിങ്ങളെ കിടന്നത് ബഹളം വെക്കുവോ, ഈ പ്രശ്നം വന്ന് എന്തുകൊണ്ടാണ് കർത്താവേ എന്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊന്ന് കയറി ദയവേ നിങ്ങൾ കോടി ചോദിക്കുകയോ തമ്പുരാനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുകയും ചെയ്യരുത്. സ്തോത്രം. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാണ്. അനുവദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് ഈ പാട്ട് പാടുമ്പം വെളിയും പോകില്ല, നമ്മളങ്ങ് പാടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അത്ര സഹിക്കാം, അടുത്ത ഒട്ടും സഹിക്കാൻ വയ്യാത്ത എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. പിന്നെ നീ എന്തിനാ ദൂത് കേൾക്കാൻ പോയിരുന്നേ? എന്തിനു ചോദിക്കാന്നല്ലേ പറഞ്ഞേ? ആണല്ലോ. എന്തിനൊന്ന് ചോദിക്കുന്ന പറഞ്ഞ കക്ഷി പിന്നെ എന്തിനാ ദൂത് കേൾക്കാൻ പ്രവാചിന് മുമ്പിൽ പോയിരുന്ന ഞാൻ ചോദിച്ചു. അപ്പൊ നമുക്ക് ഈ പാട്ട് അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നെന്നോ എന്താ അർത്ഥമാക്കുന്നു നമുക്ക് ബോധമില്ല. സ്തോത്രം. പാട്ടിന് ഓളം താളം ഉണ്ടെങ്കിൽ നമ്മളങ്ങ് അടിച്ചു മിന്നിച്ച് വിടുമെന്നുള്ളതല്ലാതെ ഇതൊന്നും നമ്മുടെ ജീവിതമായിട്ടും ബന്ധമുള്ളതല്ല. അല്ല, പലപ്പോഴും ഇതൊക്കെ ചെയ്തു വെക്കുന്ന അറിയോ. നമുക്ക് മുന്നോട്ട് വരാം. ഞാൻ ഈ പറഞ്ഞു വന്നത് നിങ്ങൾ മനസ്സിലാക്കണേ, AD 85 എന്ന വർഷം വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു വർഷം. മറക്കല്ലേ, ഏതാണ് AD 85? നമ്മുടെ മത്തായി സുവിശേഷത്തിൽ എഴുതുന്ന കാലഘട്ടം. എന്താണ് ഇത്ര പ്രാധാന്യം വരാൻ കാരണം? പ്രത്യേകിച്ചും യഹൂദന്റെ ജീവിത ചരിത്രം, ജൂഷ് ഹിസ്റ്ററി, AD 85 ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം AD 85 ഒരു വലിയ എന്താ പറയാ ഒരു ക്ലാഷ് ഉണ്ടാകുന്നത്. ഒരു ക്ലാഷ് ഉണ്ടാകുന്നത് AD 85. സ്തോത്രം. ഇങ്ങനെ ആളുടെ എണ്ണം കൂടിക്കൂടി വരട്ടെ. ഒന്നായിട്ട് പ്രത്യക്ഷപ്പെട്ട ഇപ്പൊ രണ്ടായിട്ട് കാണുന്നു. വളരെ സന്തോഷം, ദൈവാനുഗ്രഹിക്കും. അപ്പോൾ നോക്കൂ, AD 85 യഹൂദന്റെ ചരിത്രത്തിൽ ഒരു വലിയ നിർണായകമായ വർഷമാണ്. ഒപ്പം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം ജൂഷ് വംശം, യഹൂദന്മാർ ക്രിസ്ത്യാനികളുമായിട്ട് ഏറ്റവും ശക്തമായ ഒരു വാർ ഉണ്ടായ വർഷമാണ് AD 85. എന്ന് പറഞ്ഞാൽ നസ്രായന്റെ പിൻഗാമികളെന്ന് തിരിച്ചറിഞ്ഞവരെയല്ല സിനഗോഗുകളിൽ പ്രവേശിക്കുന്നതിന് വളരെ കർശനമായ നിരോധനം ഏർപ്പെടുത്തി. ഒരൊറ്റ നസ്രാണിയെയും, നസ്രായന്റെ പിൻഗാമികൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഒരൊറ്റ സിനഗോഗിലും പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് വളരെ നിശിതമായ കൽപ്പന പുറപ്പെട്ടു. മാത്രവുമല്ല, നസ്രായന്റെ പിൻഗാമികളായിരിക്കുന്ന ഒരെണ്ണത്തിനും, അഥവാ ക്രിസ്ത്യാനികൾക്ക് ഒരെണ്ണത്തിനും ഇസ്രയേലിൽ പൗരത്വം ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്നുള്ള വളരെ റിജിഡായിട്ടുള്ള കൽപ്പന പുറപ്പെട്ട വർഷമാണ് AD 85. മറക്കരുതേ. അപ്പോൾ ക്രിസ്ത്യാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരെണ്ണത്തിനും ഇസ്രായേലിൽ പൗരത്വം ഉണ്ടായിരിക്കയില്ല. സ്തോത്രം. കണ്ടോ? ആ നിയമം ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഈ സമയം വരെ അത് അപ്ലിഫ്റ്റ് ചെയ്തിട്ടില്ല. ആ നിയമം ഇന്ന് വരെ മാറ്റിയിട്ടില്ല. ഒരൊറ്റ ക്രിസ്ത്യാനിക്കും ഇസ്രയേലിൽ പൗരത്വം അവർ നൽകുകയല്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാതല്ല ദേശം മുഴുവനും ചിതറപ്പെട്ടു പോകണ്ടായിട്ട് വന്നത്. ഞാൻ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഇത് പറയാൻ കാരണം ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിലേ ഈ പൗലൂസൊക്കെ പറഞ്ഞ വാക്യത്തിന്റെ ആഴമൊക്കെ പിടികിട്ടും. ഞങ്ങളുടെ പൗരത്വമോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ പൗരത്വം ഇല്ലേ?
സ്വർഗത്തിൽ. എല്ലാരും മിണ്ടാനോട് ഞാൻ വിചാരിച്ചു ഇനി ആർക്കും ഒരിടത്തും പൗരത്വം ഇന്ത്യൻ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. സ്തോത്രം. പോട്ടെ, ഞാൻ അങ്ങോട്ട് വരുന്നു. അങ്ങനെ വിശദീകരിക്കാൻ പറഞ്ഞ സമയം ഒത്തിരിക്കും. അപ്പോൾ AD 85 ആണ് ഈ കൽപ്പന വന്നതും ഇന്നും ആ റൂള് യാതൊരു അയവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, നസ്രായിന്റെ പിൻഗാമികളായിട്ടുള്ള ഒരെണ്ണത്തിനും ഇസ്രായേലിലെങ്ങും ഒരു പ്രിവിലേജും ഇല്ലാതെ വണ്ണം അവരെ ഒറ്റവാക്കി പറഞ്ഞാൽ ഏതാണ്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യ സംജാതമായി AD 85 മുതൽ. ഇപ്പോൾ ജൂയിഷ് വേൾഡും ക്രിസ്ത്യൻ വേൾഡും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഫൈറ്റ് ഒന്നുമല്ല, അങ്ങനെ ചിന്തിക്കരുത്. ജൂയിഷ് വേൾഡും ക്രിസ്ത്യൻ വേൾഡും തമ്മിൽ വലിയൊരു പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ നടുവിലാണ് ദൈവം മത്തായി എന്ന മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നത്. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായിയുടെ ഉള്ളിൽ ഒരു ഇൻസൈറ്റ് കൊടുത്തിട്ട് ഈ സുവിശേഷം മുഴുവൻ എഴുതി തീർക്കുന്നു. കണ്ടോ, ദൈവം പൊക്കിയെടുത്ത ഒരു മനുഷ്യന്റെ പേരാണ് മത്തായി. മത്തായിയുടെ പൂർവ്വചരിത്രമൊക്കെ മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല. ഇപ്പൊ സുവിശേഷത്തിന്റെ കോണ്ടാക്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. മറ്റ് ബാക്കിലെങ്ങും പോകുന്നില്ല. ഈ സുവിശേഷം എഴുതാനുള്ള സാഹചര്യം കാര്യങ്ങൾ മാത്രം, വേറൊന്നും ഞാനിപ്പോ ഓർപ്പിക്കുന്നില്ല. അപ്പോൾ മത്തായി ആത്മപ്രേരണയാൽ ഈ സുവിശേഷം എഴുതുകയാണ്. മുമ്പ് നമ്മൾ ആദ്യം മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ പഠിച്ചു. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോകും. ലൂക്കോസും യോഹന്നാനും നമുക്കിത് പഠിക്കാനായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തിനായിരിക്കും ഈ 4 സുവിശേഷം എഴുതിയത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരാൾക്ക് പ്രേരണ കൊടുത്താൽ അദ്ദേഹത്തിന് ഈ ചരിത്രം മുഴുവൻ കൃത്യമായിട്ട് എഴുതാൻ കഴിയുകയില്ലേ? നിശ്ചയമായിട്ടും എഴുതാൻ പറ്റും. പിന്നെന്തിനാണ് ഈ 4 എണ്ണം? മത്തായിയുടെ സുവിശേഷം, മർക്കോസ് സുവിശേഷം, ലൂക്കോസ് സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. ഈ 4 സുവിശേഷം എന്തിനാ? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെ കുറിച്ചൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? നമുക്ക് ഒരു വാക്യം വായിക്കണേ. യഹസ്കേൽ പ്രവചനത്തിൽ നിന്നാണ് ഞാൻ ആ വാക്യം നോക്കുകയാണ്. റെഫറൻസ് പെട്ടെന്ന് നോക്കാം. എന്തിനായിരിക്കും ഈ 4 സുവിശേഷം? ഈ ദൈവവചനത്തിന്റെ ദൈവനിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ആളുകൾ പിന്നീട് എഴുന്നേൽക്കും എന്നുള്ളത് കർത്താവ് നന്നായിട്ട് അറിയാം. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിയത്തക്ക നിലയിലാണ് കർത്താവ് ഇത് സെറ്റ് ചെയ്തത്. എനിക്കതൊക്കെ ഭയങ്കര അതിശയമായിട്ട് തോന്നാറ്. സ്തോത്രം. മനസ്സിലാകുന്നു? ഈ 4 സുവിശേഷം എഴുതിന്റെ പിന്നിൽ രഹസ്യം വേദസ്ഥല വാക്യത്തിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് ഈ ഭാഗം ഞാൻ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. 4 പെർസ്പെക്റ്റീവ്സ്, 4 വീക്ഷണഗതിയിലാണ് 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ നന്നായിട്ട് അറിയാം. അതൊക്കെ പലതവണ കേട്ട് പരിചയമുള്ളവരാണ് ക്ലാസ് ഇരിക്കുന്നുള്ളത് കൊണ്ട് ഫുള്ളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാമോ? യെസ്, ഞാൻ എന്താ പറയാ, റെഫറൻസ് ശരിയാണെന്ന് അറിയുമ്പോഴേ ഞാൻ നോട്ടിലൊന്നും നോക്കിയത്. കറക്റ്റായിട്ട് ഞാൻ എഴുതിയതും കിട്ടിയ വാക്യമൊന്നും തന്നെ. 4 പെർസ്പെക്റ്റീവിലായിട്ടാണ് സുവിശേഷങ്ങളുടെ രചന നടക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ ഇതിന്റെ ശരിയായ പിക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, പ്രപഞ്ചത്തിന് എത്ര കോർണേഴ്സാ ഉള്ളത്? പ്രപഞ്ചത്തിന്, യൂണിവേഴ്സിറ്റി എത്ര കോർണേഴ്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്? 4 അല്ലേ? യെസ്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അതെന്താണ് ഈ 4 കോർണേഴ്സ്? ഈ 4 സൈഡിൽ നോക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ഒറിജിനാലിറ്റി നമ്മുടെ കൈ കിട്ടൂ. അതുകൊണ്ട് ക്ലിയർ ആകുന്നുണ്ടോ? 4 സൈഡിൽ നിന്നുമുള്ള വീക്ഷണം വരുമ്പോഴാണ് അതിന്റെ പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. ഒരു പൂർണ്ണത. യെസ്, കറക്റ്റ്.
4 സൈഡിൽ നിന്നുമുള്ള വീക്ഷണം വരുമ്പോഴാണ് ആ കാഴ്ചപ്പാടിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. ഒറ്റ ആംഗിളിൽ മാത്രം നോക്കിയാൽ അതിനൊരു പെർഫെക്ഷൻ ഒരിക്കലും കിട്ടിയത് വരികയില്ല. അപ്പോൾ വീക്ഷണഗതി കറക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ, ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ 4 സൈഡിൽ നിന്നുമുള്ള വീക്ഷണഗതി ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് പൂർണ്ണതയുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, പെർഫെക്ഷനോടുകൂടെയുള്ള ഒരു വീക്ഷണഗതി, ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് പറ്റില്ല. സുവിശേഷത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയമില്ല. 4 ഭാഗത്തു നിന്നുമുള്ള വീക്ഷണഗതി വരുമ്പോൾ മാത്രമാണ് സുവിശേഷത്തിനും അതിന്റെ ഒറിജിനാലിറ്റി ഉണ്ടാകുക. എന്തുകൊണ്ട് 4 എന്നുള്ളത് ഞാൻ പറയാം. അതിന് ഞാനൊന്ന് പറഞ്ഞ ആ വാക്യം ഒന്ന് വായിക്കുന്നു പറഞ്ഞു. യഹെസ്കേൽ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം എടുത്തൊരാരെങ്കിലും വായിക്കാമോ? യഹെസ്കേൽ 1-ാം അധ്യായം 10-ാമത് വാക്യം. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖം. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. മതി 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 താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ആ വാക്യം ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 4 പേഴ്സണാലിറ്റീസ് വിളിച്ചറിയിക്കുന്ന ഭാഗം. 4 പേഴ്സണാലിറ്റീസ്. ഇവിടെ യഹെസ്കേൽ കാണുന്ന ദർശനത്തിൽ 4 ജീവികൾ. ഏതൊക്കെ? കഴുക്, കാള, മനുഷ്യൻ, പിന്നെ ഒന്നുണ്ടായിരുന്നല്ലോ പ്രധാനപ്പെട്ടത് സിംഹം. കണ്ടോ? സിംഹത്തിന്റെ മുഖമുണ്ട്, കാളയുടെ മുഖമുണ്ട്, കഴുകിന്റെ മുഖമുണ്ട്, മനുഷ്യന്റെ മുഖമുണ്ട്. ഈ 4ഉം യേശു ക്രിസ്തുവിന്റെ 4 എന്താ പറയാ പേഴ്സണാലിറ്റീസ് എടുത്തു കാണിക്കുന്നതാണ് ഈ 4 സിംബോളിക് അർത്ഥങ്ങൾ. ഞാനത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഈ 4ന്റെയും അർത്ഥം നിങ്ങൾ കേട്ടിട്ടുള്ളവരാണെന്നാണ് എന്റെ ചിന്ത. എങ്കിലും ക്ലാസ് ആകുമ്പോൾ ഒന്ന് പറഞ്ഞു പോകാതിന് ശരിയാവില്ല, അതുകൊണ്ട് ഞാനത് പറയാം. നോക്കൂ, സിംഹം, കഴുക്, കാള, മനുഷ്യൻ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4ലും ഞാൻ ഇപ്പോൾ പറഞ്ഞ 4 സിംബോളിക്കലായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ 4 പേഴ്സണാലിറ്റീസ് വെളിപ്പെടുത്തുന്ന തരത്തിലാണ് വാഴ്ത്തപ്പെട്ട കർത്താവിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്പർ 1, മത്തായിയുടെ സുവിശേഷം യേശു ക്രിസ്തു സിംഹത്തിന്റെ, രാജാവിന്റെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യ അധ്യായങ്ങളിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. കണ്ടോ? മത്തായിയുടെ സുവിശേഷം നാം ഈ പഴയ നിയമത്തിൽ കണ്ട സിംഹമുഖത്തിന്റെ ദർശനമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നാം യേശു ക്രിസ്തുവിനെ കാണുന്നത്. Am I right? മനസ്സിലാകുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണുന്നത് പഴയ നിയമ വെളിച്ചത്തിൽ സിംഹമുഖം, അഥവാ യഹൂദാഗോത്രത്തിന്റെ സിംഹമായി വെളിപ്പെട്ടു വരുന്ന, യഹൂദന്മാരുടെ രാജാവായി ജനിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ് മത്തായി വരച്ച് കാണിക്കുന്നത്. ശരിയല്ലേ? പക്ഷേ മറ്റു സുവിശേഷങ്ങൾ നോക്കി, മർക്കോസോ ദാസനായ യേശു ക്രിസ്തുവിനെ, അഥവാ കാള. കണ്ടോ? മർക്കോസ് ഏത് വ്യക്തിത്വമാണ് എടുത്ത് കാണിക്കുന്നത്? ദാസൻ എന്ന നിലയിൽ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാൻ എത്ര വന്നത്. കണ്ടോ? മർക്കോസ് യേശു ക്രിസ്തുവിന്റെ ദാസ്യത്വം, അഥവാ കാളയുടെ മുഖം, അതിന്റെ
ഒരു റെപ്ലിക്ക, ഒരു പകർപ്പ് എന്ന നിലയിലാണ് മർക്കോസ് സുവിശേഷം അവതരിപ്പിച്ചത്. ലൂക്കോസ് നോക്കണം, പൂർണ്ണ മനുഷ്യനായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. കണ്ടോ? പൂർണ്ണ മനുഷ്യൻ, മനുഷ്യമുഖത്തിന്റെ പ്രതിഫലനമാണ് ലൂക്കോസ് തന്റെ രചനയിൽ കാണിക്കുന്നത്. സ്തോത്രം. അപ്പോൾ യോഹന്നാനോ കഴുകൻ അഥവാ ഹെവൻലി, ദൈവപുത്രനായ സ്വർഗീയനായ യേശു ക്രിസ്തുവിനെയാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? പഴയ നിയമത്തിലെ, ഞാനത് പിന്നീട് പറഞ്ഞോളാം, പഴയ നിയമത്തിലെ 121 ഉദ്ധരണികളാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള 121 ഉദ്ധരണികൾ, അല്ലെങ്കിൽ എന്താ പറയാ, പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ പറ്റും പഴയ നിയമത്തിൽ നിന്ന് മത്തായി ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം മത്തായി ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമത്തിൽ അത്ര സ്റ്റീപ്ഡ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ എന്താ അതിന് മലയാളം പറയുന്നത്, മുങ്ങിത്താഴിയ എന്നൊക്കെ പറയല്ലേ, മനസ്സിലാവുന്നോ? മത്തായി പഴയ നിയമത്തിൽ അത്രമാത്രം ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള, അതിനകത്ത് മുങ്ങിക്കുളിക്കുന്ന ഒരു അനുഭവമുള്ള, അല്ലെങ്കിൽ അത്ര അറിവുള്ള വ്യക്തിയായിരുന്നത് മത്തായിയുടെ രചനയ്ക്കകത്തെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് 121ഓളം പ്രയോഗങ്ങൾ പഴയ നിയമത്തിൽ നിന്നും മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിന്റെ 4 പേഴ്സണാലിറ്റീസ്, സിംഹമുഖവും കാളമുഖവും മനുഷ്യമുഖവും കഴുകുമുഖവും വെളിപ്പെടുത്തിക്കൊണ്ടാണ് 4 സുവിശേഷങ്ങളും നിലകൊള്ളുന്നത്. മത്തായിൽ സിംഹം, മർക്കോസിൽ കാള, ലൂക്കോസിൽ പൂർണ്ണ മനുഷ്യൻ, യോഹന്നാന്റെ സുവിശേഷത്തിൽ കഴുകുമുഖം. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് മുന്നോട്ട് പഠിച്ചു പോകും, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നിങ്ങളെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും സുവിശേഷങ്ങളുടെ കാര്യം ഓർത്തിരുന്നാൽ മതി. ഈ കാള എവിടാ, ഈ സിംഹം എവിടാ കിടക്കുന്ന തപ്പിപ്പോയെന്ന് നിങ്ങൾ വിഷമിക്കൊന്നും ചെയ്യണ്ട. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞെന്ന് കരുതി അതിന്റെ പുറകെ പോയി നിങ്ങൾ സമയം കളയരുത്, പഠിക്കാതിരിക്കുകയും ചെയ്യരുത്. പക്ഷേ അതിനേക്കാളുപരി യേശുക്രിസ്തുവിന്റെ 4 എന്താ പറയാ, എഴുത്തുകാർക്കുള്ള 4 പേഴ്സ്പെക്റ്റീവ്സ്. നിങ്ങൾക്കറിയാം, സുവിശേഷങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ 4 സുവിശേഷങ്ങളും ഒരുമിച്ച് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം മാറ്റി നിർത്തി ബാക്കി 3 ഒരുമിച്ച് പഠിപ്പിക്കാറുണ്ട്. അതിന് സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയും, സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് പറയാറുണ്ട്. സമവീക്ഷണ സുവിശേഷം, സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ് ബൈബിൾ കോളിലൊക്കെ പറയുന്നത്. പഠിച്ചിട്ടുള്ളവർക്കറിയാം. സമവീക്ഷണ സുവിശേഷങ്ങൾ, സിനോപ്റ്റിക്സ് എന്നവര് പറയുക. നോട്ട് ചെയ്ത് വെക്കാൻ നല്ലതാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇന്നാണ് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. സിനോപ്റ്റിക്സ്. സിൻ എന്ന് പറഞ്ഞാൽ പാപം എന്നല്ല, അത് SIN, സിൻ. SYN, സിൻ എന്ന് പറഞ്ഞാൽ ടുഗദർ എന്ന, ടുഗദർ ഒരുമിച്ച് എന്നാണ്. ഒപ്റ്റിക് എന്ന് പറഞ്ഞാൽ സി, കാണുക എന്നാണ്. ഒപ്റ്റിക്, സി, കാണുക. അതിനകത്ത് നാളെ ഈ ഒപ്റ്റിക്കൽസ് എന്ന പദം ഉണ്ടായിരുന്നു. എല്ലാവരും ഞാനൊരു പ്രവർത്തി വെച്ചോണ്ടാണ് ഇരിക്കുന്നത് അല്ലെ. എനിക്ക് തന്ന എന്റെ കണ്ണട എടുത്ത കണ്ണയുടെ പേര് തന്നെ ഗ്രേസ് ഒപ്റ്റിക്കൽസ് എന്ന, കൃപ. പ്രൈസ് ദി ലോർഡ്. പോട്ടെ, ഞാനത് പറഞ്ഞ് വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആ പദം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി ഞാനത് നമുക്ക് മനസ്സിലാകുന്ന സാഹചര്യങ്ങളൊന്ന് കൂട്ടി ഇണക്കുന്നത് മാത്രമേ ഉള്ളൂ. സിൻ എന്ന് പറഞ്ഞാൽ ടുഗദർ എന്നാണ്, ഒരുമിച്ചെന്നാണ്. SYN, സിൻ ആണ്. SIN, സിൻ അല്ല, SYN, സിൻ എന്ന് പറഞ്ഞാൽ ടുഗദർ, ഒരുമിച്ച്. ഒപ്റ്റിക് എന്ന് പറഞ്ഞാൽ കാണുക, സി എന്നാണ് അർത്ഥം. അപ്പോ സിനോപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കാണുക എന്നാണ് അർത്ഥം. ദാറ്റ്സ് ഓൾ. അല്ലാതെ ആ പതൊക്കെ കേട്ടാർക്കാണ്ട് എടുത്ത പൊങ്ങാവത്ത പദമായിട്ടും ചിന്തിക്കേണ്ട. ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. ഓക്കെ, ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ ഈ 4 വീക്ഷണഗതിയിലാണ് സുവിശേഷങ്ങളുടെ രചന എന്ന് മാത്രം പറഞ്ഞാൽ ആ ഭാഗം വിടുന്നു. നമ്മള് ഈ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ യോഹന്നാന്റെ സുവിശേഷം മാറ്റി നിർത്തി ബാക്കി 3 പഠിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമ്മളിവിടെ അങ്ങനെ പഠിക്കുന്നില്ല. നമ്മൾ 4 എന്താ പറയാ, എഴുതുന്ന രീതി, വിധകൾ ഒന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് കർത്താവിന്റെ
തുടക്കം മുതൽ അവസാനം വരെയുള്ള യാത്രയിൽ കർത്താവോടൊപ്പം കൂടെ കൂടിച്ചേരുന്നു. അതാണ് നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം. ഞാൻ വേഗം മുന്നോട്ട് നീങ്ങുന്നേ. നമ്മൾ ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ലെവൽസ് ഓഫ് സ്റ്റഡിങ് ഗോസ്പൽസ്. സുവിശേഷങ്ങൾ പഠിക്കേണ്ടതിന്റെ 2 ലെവൽസ് ഉണ്ട്. ക്വൈറ്റ് സിമ്പിൾ ആ, വലിയ കാര്യങ്ങളൊന്നുമല്ല. 2 ലെവൽസ് നിന്നുകൊണ്ട് വേണം നമുക്ക് സുവിശേഷങ്ങൾ പഠിക്കാൻ. നമ്പർ 1, സ്റ്റഡിങ് ദ ഗോസ്പൽ ഫ്രം ദി റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. എഴുത്തുകാരന്റെ വീക്ഷണഗതിയിൽ നിന്നുകൊണ്ട് സുവിശേഷം പഠിക്കുക. രണ്ടാമത്തത്, സ്റ്റഡിങ് ദ ഗോസ്പൽ ഫ്രം ദ റീഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. വായനക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണേ. എഴുത്തുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നും വായനക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നും നമ്മളൊന്ന് ശ്രദ്ധിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി പോയില്ല എന്നുണ്ടെങ്കിൽ സുവിശേഷത്തിന്റെ വ്യാഖ്യാനങ്ങൾക്കകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നുകൂടും. നമുക്കത് കുറച്ചൊക്കെ പോയാൽ മതി. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇത്ര മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതാർക്കാണ് എഴുതിയത്, ഏത് കൂട്ടരെ ഫോക്കസ് ചെയ്താണ് എഴുതിയത്. അപ്പൊ എഴുത്തുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് നമുക്ക് പിടികിട്ടും. ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്, ഇത് കേൾവിക്കാരാരാണ്, അല്ലെങ്കിൽ റീഡേഴ്സ് ആരാണ്, ആരാണ്, അത് വായിക്കുമ്പോൾ അവർക്ക് എന്താണ് മനസ്സിലാവുക, അവരെന്താണ് ഗ്രഹിക്കുന്നത്, അവരെന്താണ് ഉൾക്കൊള്ളുന്നത്, അവരിതിനെ എങ്ങനെ കണക്കാക്കുന്നു. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കിതിന്റെ പൊരുൾ തിരിക്കാനോ വ്യാഖ്യാനിക്കാനോ ശ്രമിക്കാം. നമ്മൾ സുവിശേഷം വായിച്ചു നമ്മുടെ നാട്ടിൻപുറത്ത് രീതി വെച്ചുകൊണ്ട് ആ പുസ്തകം വ്യാഖ്യാനിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? അത് കേട്ട ആളുകൾ ആരാണ്, അത് കേൾക്കുമ്പോൾ അവർക്ക് എന്താണ് മനസ്സിലായത്, ആ പ്രയോഗം കൊണ്ട് അവരെന്താണ് എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിച്ചത്, വായനക്കാരെന്താണ് ഗ്രഹിച്ചത്. ഇതെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ദയവായി നമ്മുടെ നാട്ടിൻപുറത്ത് നിന്നോ നമ്മുടെ രീതി വെച്ചുകൊണ്ട് പുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. മറ്റൊരു കാര്യം, ഈ മത്തായിയുടെ സുവിശേഷത്തിന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയും. മത്തായിയുടെ എഴുത്തിന്റെ പ്രത്യേകത, അത് വളരെ നിർബന്ധമായി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നത്. കാരണം നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് പോകാതിരിക്കും, ഞാൻ ആ പോയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കണേ, ഏതാണ്ട് 13 മാസമാണ് കർത്താവിന്റെ മിനിസ്ട്രി നോർത്തേൺ ഗാലീലയിൽ മാത്രം ഉള്ളത്. 13 മാസത്തോളം നോർത്തേൺ ഗലീലയിലെ കർത്താവിന്റെ മിനിസ്ട്രി. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം വായിച്ചു നോക്കണേ. 13 മാസം അവിടുത്തെ ശുശ്രൂഷ വിവരിച്ചു വരുമ്പോണ്ടല്ലോ, ഏറ്റവും മേളിന് താഴേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. പറഞ്ഞാൽ ആദ്യം വർഷങ്ങളുടെ ശുശ്രൂഷ കാണിക്കുന്നു, പിന്നെ ഒരു 6 മാസത്തെ ശുശ്രൂഷയുടെ കാണിക്കുന്നു, പിന്നെ ചില ആഴ്ചകളുടെ ശുശ്രൂഷ, പിന്നീട് വരുമ്പോ ചില ദിവസങ്ങൾ, പിന്നീട് നോക്കുമ്പോൾ ചില മണിക്കൂറുകളും, പിന്നീട് ചില നിമിഷങ്ങളിലെ ശുശ്രൂഷകളും. വളരെ സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ ഇന്ന് വരാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. മത്തായിയുടെ എഴുത്തിന്റെ ഒരു പ്രത്യേകത, 3.5 വർഷത്തെ പരശുശ്രൂഷയാണ് നമുക്കറിയാം. ഞാൻ ഇപ്പൊ പറഞ്ഞ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം വായിച്ചു നോക്കണം. അപ്പോഴേക്കും അത് ഗൗരവം പിടിച്ചു. ദീർഘമായി വിശദീകരിച്ചു വന്നിട്ട് വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് വരും തോറും പിന്നെ ചില മാസങ്ങളിലെ ശുശ്രൂഷ മാത്രം എടുത്ത് കാണിക്കും, പിന്നെ ചില ആഴ്ചകളിലെ ശുശ്രൂഷയെ, ആഴ്ചകൾ വിട്ട ചില ദിവസങ്ങളുടെ പ്രാധാന്യം, ദിവസങ്ങൾ വിട്ട ചില മണിക്കൂറുകൾ, ഉടലിൽ വരുമ്പോൾ ചില നിമിഷങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം എടുത്ത് കാണിച്ചുകൊണ്ടാണ് മത്തായി ആ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. മർക്കോസ് എഴുതിയപ്പോൾ കർത്താവ് യോർദാൻ സ്നാനം വെച്ച് കയറുന്ന നിമിഷം മുതലുള്ള കാര്യങ്ങളാണ് മർക്കോസ് വിവരിച്ചതെങ്കിൽ, മത്തായി അബ്രഹാമിൽ തുടങ്ങി മർക്കോസ് എന്തെല്ലാം വിട്ടുകളഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആഡ് ചെയ്താണ് മത്തായി സുവിശേഷം എഴുതിയിട്ടുള്ളത്. മാത്രമല്ല, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം കൊണ്ട് മത്തായിയുടെ എഴുത്തിനകത്ത് കാണും. എഴുതിയപ്പോൾ അതൊന്നും ഉദ്ദേശിച്ചല്ല എഴുതുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.
അല്ലെങ്കിൽ ഇത് ആദ്യം വരുമെന്നോ ഇത് രണ്ടാമത് വരുമെന്നോ ഓർത്തൊന്നും അല്ല ഇവരാരും എഴുതിയത്. പക്ഷെ പരിശുദ്ധാത്മാവ് അതിനെ ക്രോഡീകരിച്ചു വന്നപ്പോൾ തുടങ്ങി വെച്ച എനിക്ക് ആ ഭാഗങ്ങളൊക്കെ ഞാൻ മനസ്സ് സങ്കല്പിച്ച് നോക്കാറുണ്ട്. ദൈവപ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് ഇത് എന്തുവാണ്, വളരെ അമേസിങ് തിങ്, എത്ര ആശ്ചര്യകരമായിട്ട് പരിശുദ്ധാത്മാവ് ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഓർക്കാറുണ്ട്. ഒറ്റ ഒരാളിരുന്ന് പല പുസ്തകങ്ങൾ എഴുതിയിട്ട് ഓർഡർ ചേർത്ത് വെച്ചതുപോലെയാണ് ഈ 66 പുസ്തകങ്ങളുടെ ഘടന. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം മത്തായി തന്റെ എഴുത്തിനകത്ത് പഴയ നിയമവും പുതിയ നിയമവും കണക്ട് ചെയ്യാൻ താൻ അല്ലെങ്കിൽ അതിനെ തമ്മിൽ വേർതിരിച്ച് കാണിക്കാതെ കണക്റ്റഡ് ആയിട്ടാണ് മത്തായിയുടെ എഴുത്തിന്റെ ശൈലി മുഴുവൻ പോയിട്ടുള്ളത്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ഈ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഓരോ ഭാഗം വായിച്ചു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പഴയ നിയമത്തിനകത്തുനിന്ന് പുതിയ നിയമത്തിലേക്ക് മത്തായി കൊണ്ടുവന്നിരിക്കുന്ന ഉദ്ധരണികൾ, അയ്യോ നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അത്രമേൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മത്തായി ഓൾറെഡി പഴയ നിയമത്തിനകത്ത് ആള് വളരെ എന്താ പറയാ സ്റ്റീപ്ഡ് ആയിട്ടുള്ള, മുങ്ങിത്താഴുന്ന അല്ലെങ്കിൽ അത്രമേൽ ഫെമിലിയർ ആയിട്ടുള്ള മനുഷ്യനായിരുന്നത് കൊണ്ട് തന്നെ പല ഉദ്ധരണികളും, പ്രത്യേകിച്ചും കർത്താവിന്റെ ആ ജനന സംബന്ധിയുള്ള കാര്യം പറയാൻ വേണ്ടി മാത്രം ഏകദേശം 13 പ്രാവശ്യം വെച്ചുകൊണ്ടാണ് തിരുവെട്ട് നിവൃത്തിയാകേണ്ടതിന് മത്തായി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വാക്ക് മാത്രം, തിരുവെട്ട് നിവൃത്തിയാകേണ്ടതിന് 13 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ കാര്യം മാത്രം പറയാൻ, ബാക്കിയൊന്നിനല്ല. ആ കർത്താവിന്റെ ജനനവും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ മാത്രം എടുത്തു പറയുന്നുണ്ട്. തിരുവെട്ട് നിവൃത്തിയാകേണ്ടതിന് 13 പ്രാവശ്യം. അപ്പത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 29 ഡയറക്റ്റ് കൊട്ടേഷൻ ഉണ്ട് പഴയ നിയമത്തിൽ നിന്നും. മത്തായി എഴുതിയിരിക്കുന്ന സുവിശേഷത്തിനകത്ത് മാത്രം 29 കൊട്ടേഷൻസ്, 121 ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രയോഗങ്ങൾ. അപ്പോൾ മത്തായി പഴയ നിയമത്തെ കണക്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ഒരു യഹൂദനെ സംബന്ധിച്ചിട്ടുള്ള അവന്റെ പുസ്തകം ആരംഭിക്കുന്നത് എവിടെയാണ്? ശരിയല്ലേ? തോറയിലാണ് താൻ തുടങ്ങുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ശരിയല്ലേ? ഈ 5 പുസ്തകത്തിന്റെയും റെപ്ലിക്ക, പകർപ്പാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ന് സ്ഥാപിക്കുക എന്ന ലക്ഷ്യം കൂടെ മത്തായിയുടെ എഴുത്തിനകത്തുണ്ട്. വളരെ ശ്രദ്ധയോടെ പഠിക്കുന്ന ഒരു ദൈവത്തിന് മാത്രം അത് മനസ്സിലാകും. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഈ ന്യായപ്രമാണത്തിന്റെ തോറ, അല്ലെങ്കിൽ തോറ എന്ന് പറഞ്ഞ ആദ്യത്തെ 5 പുസ്തകം, യഹൂദന്റെ പുസ്തകം തോറ അല്ല, തനാഖ് എന്നാ പറയുക. തനാഖ്, TANAK, തനാഖ് എന്ന് പറഞ്ഞ അർത്ഥം അറിയാമോ? ഛ എന്ന് ഉദ്ദേശിക്കുന്നത് തോറായെ, ന എന്ന് ഉദ്ദേശിക്കുന്നത് നബീബ്സ്, പ്രവാചക പുസ്തകങ്ങൾ എന്നർത്ഥത്തില്ല. ഖ എന്ന് ഉച്ചരിക്കുന്ന കെത്തൂബി, 3 പുസ്തകങ്ങളാണ്: തോറ, നബീം, കെത്തൂബി. അപ്പോൾ ഈ 3നും കൂടെ ചേർന്ന് വരുമ്പോഴാണ് തനാഖ് എന്ന പദം കൊണ്ട് യഹൂദൻ അർത്ഥമാക്കുന്നത്. ഞാനത് സന്ദർഭവശാൽ പറഞ്ഞത് മാത്രമേ, നമ്മുടെ വിഷയം തനാഖ് അല്ലല്ലോ. ഈ ന്യായപ്രമാണം തോറ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത്. അതിനെ കുറിച്ചുള്ള വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നാലെ പറയാം. ഇതല്ലെങ്കിൽ അവിടെ കടന്നു പോകും, അവിടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ 5 പുസ്തകത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള ഈ 5 ബുക്കിന്റെയും റെപ്ലിക്ക, പകർപ്പാണ് ആര്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഇത് സ്ഥാപിക്കുക എന്ന ലക്ഷ്യം കൂടെ മത്തായിക്കുണ്ട്. കാരണം മത്തായിക്ക് ആ തോറയ്ക്കകത്തുള്ള അറിവ് അത്രത്തോളം ഉണ്ടായിരുന്നതിനാൽ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളതും മത്തായിക്ക് നല്ല എന്താ പറയാ കൃത്യമായ അറിവുള്ളതിനാലും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് മത്തായി ആ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് അല്പം കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് എനിക്കൊരു സംശയം. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഉള്ള കാര്യമൊന്നും അല്ലാത്തത് കൊണ്ട്, പക്ഷെ ഇത് പറഞ്ഞേ ഒക്കത്തുള്ളൂ.
ഞാനല്ലാതെ എന്താ പറയാ ഇങ്ങനെ പുറമേ പോയി കഴിഞ്ഞാൽ ഒക്കത്തില്ല. എനിക്ക് ഈ പുസ്തകത്തിനകത്തോടെ കയറണ്ടേ. ആ പുസ്തകത്തിനകത്തോട്ട് കയറാനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ അവിടെ വിട്ട് വേഗം മുന്നോട്ട്. സ്ട്രക്ചർ ഓഫ് മാത്യൂസ് ഗോസ്പൽ. ശരി, ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ, അതിനകത്ത് പറയുന്നത്രയും പറയാം. സ്ട്രക്ചർ ഓഫ് മാത്യൂസ് ഗോസ്പൽ. മത്തായിയുടെ സുവിശേഷത്തിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മത്തായിയുടെ സുവിശേഷത്തിന് മാത്രമല്ല, പുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഒപ്പം മത്തായിയുടെ സുവിശേഷ സ്ട്രക്ചർ നമ്മൾ അറിയണം. ഈ സ്ട്രക്ചർ അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, പൗലോസിന്റെ മാത്രം എഴുത്തുകൾ 14 പുസ്തകങ്ങളുണ്ട് അല്ലെ? പൗലോസിന്റെ മാത്രം എഴുത്തുകൾ പുതിയ നിയമത്തിൽ. ടോട്ടൽ ലേഖനങ്ങൾ 21 നിങ്ങൾക്കറിയാം, ശരിയല്ലേ? അവരൊന്നും മിണ്ടുന്നില്ല. ഉണ്ടോ? അതെല്ലാം പോയോ? ഞാൻ ഒരു ചെറിയ ചോദ്യം, നമ്മൾ ക്ലാസ് ആകുമ്പോൾ ഇടയ്ക്ക് ഒരു ചോദ്യം കൊണ്ട് ചോദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഉണ്ടെന്നുള്ള എനിക്കുള്ള ഉറപ്പാകുന്നു. അവിടെ ചോദ്യം ചോദിക്കുന്ന ഓർത്താന്ന് തോന്നുന്നു. ചില പെട്ടെന്ന് പോയി. ഒരു ചെറിയ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം, അതിന്റെ ഉത്തരം നിങ്ങളും തരണേ. നിങ്ങളെ പുസ്തകത്തോട് അടുപ്പിക്കാനായിട്ടല്ല, വേറൊന്നുമല്ല, ക്ലാസ്സിൽ വരാതിരിക്കുകയും ചെയ്യരുത്. പുതിയ നിയമത്തിന്റെ എഴുത്തുകാർ എത്ര പേരെന്ന് പറയാമോ? 40 എഴുത്തുകാരാണ് വേദപുസ്തകത്തിൽ മൊത്തത്തിൽ. മൊത്തം വേണ്ട, പുതിയ നിയമം മാത്രം. പുതിയ നിയമത്തിന്റെ എഴുത്തുകാർ എത്ര പേര്? പുതിയ നിയമത്തിന്റെ എഴുത്തുകാർ എത്ര പേര്? എനി ഐഡിയ? 15 പേര്. ഉത്തരങ്ങൾ വരുന്നുണ്ട്. 15 പേര്. വെരി ഗുഡ്. ഇനി പുതിയ നിയമത്തിന്റെ എഴുത്തുകാർ എത്ര പേരെന്നാ ചോദിച്ചത്? ഓക്കെ, സമയം പോണല്ലോ. ഞാൻ ഉത്തരങ്ങൾ പറയട്ടെ. നിങ്ങൾ പറഞ്ഞ ഉത്തരമൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു. എന്നിട്ട് ശരിയാ ഉത്തരം പറയാം. 8 പേരാണ് പുതിയ നിയമത്തിന്റെ എഴുത്തുകാർ. 8 പേര് അല്ലേ? അതിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പേരെ കിട്ടി അല്ലേ? പിന്നെ ആരൊക്കെയാ? പത്രോസും പൗലോസും യാക്കോബും യൂദായും. ഇത്രയും പേരല്ലേ ഉള്ളൂ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അത് ഓർത്തിരിക്കാൻ പ്രയാസമില്ലല്ലോ. പിന്നെ 2 പായും 2 യായും ഓർത്താ സംഗതി ഓർത്ത്. പൗലോസ്, പത്രോസ്, യാക്കോബ്, യൂദ. ശരിയല്ലേ? എല്ലാരും പോയോ? പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മത്തായി എത്ര പുസ്തകം എഴുതി? ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ അല്ലേ? മത്തായിയുടെ സുവിശേഷം മാത്രം. മർക്കോസ് എത്ര എഴുതി? ഒറ്റ പുസ്തകം, മർക്കോസ് സുവിശേഷം. ലൂക്കോസ് എത്ര എഴുതി? 2 എഴുതി. ലൂക്കോസ് എഴുതിയ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തി. ശരിയല്ലേ? യോഹന്നാൻ എത്ര പുസ്തകം എഴുതി? 5. യോഹന്നാന്റെ സുവിശേഷം, 3 ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം. 5. ശരിയാണോ? പൗലോസ് എത്ര എഴുതി? എബ്രായ ലേഖനം ഉൾപ്പെടെ 14. പത്രോസ് എത്ര എഴുതി? 2. ശരിയല്ലേ? യെസ്. യാക്കോബിന്റെ ലേഖനോ യൂദായുടെ ലേഖനോ? കൂടെ വേറെ ആരും എഴുതിയിട്ടുണ്ടോ? വേറെ ആരും എഴുതിയിട്ടുണ്ടോ? ഇല്ല. പ്ലീസ്, ഒരു കാരണവശാലും മറക്കരുത്. കുറഞ്ഞ പക്ഷം പുതുനിയമത്തിന്റെ എഴുത്തുകാരെ കുറിച്ച് എങ്കിലും നമുക്കൊരു ഗ്രാഹം ഉണ്ടായിരിക്കണം. നമ്മളെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ നീ അഗാധവും ഗൂഢവുമായതൊക്കെ വെളിപ്പെടുത്തണം. നമുക്ക് ഈ അഗാധവും ഗൂഢവും വെളിപ്പെടണ്ട. ഈ തെളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയ ശേഷം നമുക്ക് മറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്. വിമർശിച്ചതല്ലേ, നിങ്ങളുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ പറഞ്ഞു, തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. കണ്ടോ? ഇപ്പൊ ഈ പുതിയ നിയമത്തെ കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമെങ്കിലും, ഞാനിപ്പോ മത്തായിയുടെ സുവിശേഷത്തിന്റെ സ്ട്രക്ചർ പറയാനായിട്ട് തോന്നിയപ്പോൾ ഈ കാര്യം പറഞ്ഞത്, തമ്മിലുള്ള ആ സ്ട്രക്ചർ എങ്ങനെയാണ് ഇത് പറയാൻ കാരണം, പൗലോസിന്റെ ലേഖനങ്ങൾ തന്നെ എഴുതിയ ക്രമം അനുസരിച്ചല്ലല്ലോ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. വിഷയങ്ങളുടെ ക്രമം അനുസരിച്ചല്ലേ? അതിന്റെ സ്ട്രക്ചർ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ എന്ത് സുഖമാണെന്നറിയോ?
നിശ്ചയമായിട്ട് നിങ്ങൾ അത് അറിയണം. ഞാൻ ഓങ്ങിയത് കൊണ്ട് ഞാനത് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ എനിക്ക് പറയാനുള്ളൂ. എങ്കിലും ഞാനത് പറഞ്ഞു പോയെന്ന് മാത്രം. ഈ പൗലോസിന്റെ ലേഖനങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് ഭയങ്കര. എഴുതിയ ക്രമം അനുസരിച്ചല്ല. എഴുതിയ ക്രമം അനുസരിച്ചാണെങ്കിൽ 6 എഴുതിയ ലേഖനമാണ് റോമാലേഖനം. പക്ഷെ 6 എഴുതിയ റോമാലേഖനമാണല്ലോ ലേഖനങ്ങൾ ആദ്യം വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പൊ എഴുതിയ ക്രമത്തിന്റെ അല്ല, വിഷയങ്ങളുടെ ക്രമത്തില. റോമാലേഖനത്തിന്റെ വിഷയം എന്താണ്? വിശ്വാസത്താലുള്ള നീതീകരണം. കണ്ടോ? റോമാലേഖന നീതീകരണമാണെങ്കിൽ കൊരിന്ത്യർക്ക് 2 ലേഖനവും അടുത്ത പടിയ വിശുദ്ധീകരണമാണ്. കാരണം നീതീകരിക്കപ്പെട്ടവൻ അടുത്ത പടിയിലേക്ക് പറഞ്ഞു. ഏത്? വിശുദ്ധീകരണം. അതാ കൊരിന്ത്യ ലേഖനം. വിശുദ്ധിയിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ വിശുദ്ധീകരണത്തിലേക്ക് വരുന്നവനുണ്ടാകുന്ന ആത്മിക സ്വാതന്ത്ര്യവും അവനിൽ കാണേണ്ട ആത്മിക ഫലങ്ങളും, അതാണ് ഗലാത്യ ലേഖനം. കണ്ടോ? ആ തമ്മിലുള്ള കണക്ഷൻസ് നിങ്ങൾ നോക്കിയേ. റോമാലേഖനത്തിൽ നീതീകരിക്കപ്പെട്ട് കൊരിന്ത്യലേഖനത്തിന് വിശദീകരണം പ്രാപിച്ച് ആത്മിക ഫലങ്ങൾ പുറപ്പെടുവിച്ച് ആത്മിക സ്വാതന്ത്ര്യത്തോടെ ദൈവം നിൽക്കണം. കണ്ടോ? നിങ്ങൾക്ക് ഫലമുണ്ടാകാനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫലങ്ങൾ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത് വരങ്ങളല്ല, ഫലങ്ങളാണ്. ലിസൺ മീ കെയർഫുള്ളി. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ എന്നെ വല്ലാതെ വിമർശിക്കുകയും ഒക്കെ ചെയ്തത്. എത്ര വിമർശിച്ചാലും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മെ നിത്യതയിൽ കൊണ്ടെന്നെത്തിക്കുന്നത് വരങ്ങളല്ല, ഫലങ്ങളാണ്. കർത്താവിന് വിഷയം വരമല്ല, ഫലമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആകുന്നുണ്ടോ? അതാണ് ഗലാത്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. പിന്നെ ആ ഫലമൊക്കെ ഉള്ളവന്റെ ആത്മിക പൊസിഷൻ എന്താണെന്ന് എഫെസ്യ ലേഖനം. അവൻ നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. കണ്ടോ? വി ആർ സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ്. സ്വർഗസ്ഥലങ്ങളിൽ നാം ഇരുത്തപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ആ സ്വർഗസ്ഥലിൽ ഇരിക്കുന്നവനെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അവൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത്. അതാ ഫിലിപ്പിയർ നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. ആ സന്തോഷത്തിന്റെ കാര്യം പറയുന്നുണ്ട്. എന്താ കാര്യം? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്ന അവിടുന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുന്നവരെ കണ്ടാൽ അറിയാം അവരുടെ ചിന്തകൾക്കൊരു വ്യത്യാസമുണ്ട്. അതാണ് കൊലോസ്യ ലേഖനം. അവരിവിടുത്തെ ഒരു അളിഞ്ഞ കാര്യം ചിന്തിക്കുന്നില്ല. കൊലോസ്യർ 3:1 ആകയാൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ള തന്നെ ചിന്തിപ്പിൻ. കണ്ടോ? നീതീകരണം പ്രാപിച്ച് വിശുദ്ധീകരണത്തിലേക്ക് വന്ന് ആത്മിക ഫലം പുറപ്പെടുവിച്ച് സ്വർഗസ്ഥൽ ഇരുത്തപ്പെട്ട ഒരു ദൈവത്തിന്റെ ചിന്താഗതി കണ്ടോ? ഇതാണ് സ്പിരിച്വൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇത് സ്വർഗസ്ഥലങ്ങളായിരിക്കുന്നെങ്കിലും ഭൂമിയിലെ സകല ചീഞ്ഞളിഞ്ഞ കാര്യത്തിന്റെ പുറകെ തന്നെ പോവുക. എന്നതായിരുന്നേ അത്? സാറമ്മാമ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. എന്റെ കുഞ്ഞമ്മാമ എന്തോന്ന് പറയാനേ? അതായത് സാറാമ്മാമ പറഞ്ഞത്, കുഞ്ഞമ്മാമ പറഞ്ഞെല്ലാം വിട്, ഉയരത്തുള്ളത് അന്വേഷിപ്പീൻ. കണ്ടോ? അവൻ ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കില്ല. ഇവിടുത്തെ ചീഞ്ഞ ഒരു കേസിനെ പുറകെ പോവുകയല്ല. സ്തോത്രം. അങ്ങനെ നിങ്ങൾ ഈ ലേഖനങ്ങളുടെ സ്ട്രക്ചർ ഒന്ന് നോക്കണം. ദാറ്റ്സ് അമേസിങ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്ട്രക്ചർ ഓഫ് മാത്യൂസ് ഗോസ്പൽ. ഈ മത്തായിയുടെ എഴുത്തിന് ഒരു പ്രത്യേകത അറിയാമോ? ഓൾട്ടർനേറ്റീവ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് കർത്താവ് പറഞ്ഞ വാക്കുകളും പ്രവൃത്തിയും മത്തായി ഈ എഴുതിയിരിക്കുന്നു. പറഞ്ഞാൽ ആദ്യം കർത്താവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, വാക്കുകൾ, ഉപദേശങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതിന് ശേഷം പിന്നീട് താൻ പഠിപ്പിച്ചതെന്താണോ, പ്രസംഗിച്ചെന്താണോ, സംസാരിച്ചെന്താണോ, പ്രവൃത്തിയിൽ എന്താണ് കാണിക്കുന്നത്, അതാണ് പിന്നെ കുറച്ച് എഴുതുന്നത്. വീണ്ടും തന്റെ ടീച്ചിങ്സ് കുറച്ച് എഴുതും. അതിനുശേഷം തന്റെ പ്രവൃത്തി എന്താണോ അതെഴുതും. വീണ്ടും താൻ പ്രസംഗിച്ചത് എന്താണോ അതെഴുതും. അതിനുശേഷം തന്റെ പ്രവൃത്തി എന്താണോ അതെഴുതും. അപ്പൊ തന്റെ പ്രസംഗമോ പ്രഭാഷണമോ പഠിപ്പിക്കൽ എന്താണോ അത് എഴുതുമ്പോൾ തന്നെ അതേ നിലവാരത്തിൽ തന്നെ പ്രവൃത്തി കൊണ്ട് എഴുതും. ഇതുപോലെ മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു?
ടീച്ചിങ്സ് മാത്രമല്ല, ഒപ്പം അതിന്റെ എന്താ പറയാ ഇമ്പാക്ട് എന്ന വണ്ണം ആ പ്രവൃത്തിയും കൂടെ വിവരിച്ച് കാണിച്ചുകൊണ്ടാണ് മത്തായി ആ സുവിശേഷം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നിർബന്ധമായി ഇത് അറിഞ്ഞേ പറ്റൂ, പഠിച്ചേ പറ്റൂ. ബോറടിച്ചാലും ശരി, വീണ്ടും വീഡിയോ കേട്ടുമ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ച് കേട്ട് നിങ്ങൾ ഈ നോട്ട്സ് നോട്ട് ചെയ്ത് വെക്കണം. നിർബന്ധമായി നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴും മത്തായി എഴുതുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ച് തന്റെ ടീച്ചിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഉടൻ തന്നെ കർത്താവിന്റെ പ്രവർത്തികളുടെ ഒരു വിവരണം കൊടുക്കും. വീണ്ടും തന്റെ പ്രസംഗമോ പഠിപ്പിക്കലോ കുറച്ച് എഴുതും. അതിനുശേഷം വീണ്ടും തന്റെ പ്രവർത്തി, രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്തിട്ടാണ് മത്തായിയുടെ എഴുത്ത് പോകുന്നത്. സ്തോത്രം. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്റ്റേജ് പെർഫോമൻസ് മാത്രം പോരാ, പിന്നെയോ നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. സ്റ്റേജ് പെർഫോമൻസ് മാത്രം പോരാ, പിന്നെ എന്തുകൂടെ വേണം? ആ പ്രസംഗം എന്താണ് അത് ജീവിതത്തിൽ ഒന്ന് പകർത്തി കാണിക്കുക കൂടെ ചെയ്യണം. പത്താം സുവിശേഷം പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ പ്രിയരെ. ഞാൻ ഈ പറഞ്ഞ ലെവലിലേക്ക് നിങ്ങളുടെ പഠനത്തിന്റെ മെത്തേഡ് ഒന്ന് മാറ്റിയാൽ മതി. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് പഠിക്കാൻ. കണ്ടോ, കുറച്ച് പ്രഭാഷണം, അത് കഴിഞ്ഞ പ്രവൃത്തി, വീണ്ടും പ്രഭാഷണം പ്രവൃത്തി, വീണ്ടും പ്രഭാഷണം പ്രവൃത്തി, രണ്ടും ബാലൻസ് ചെയ്താണ് തന്റെ എഴുത്ത് മുഴുവൻ പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്രേ ഉള്ളൂ. വളരെ കർത്താവിന്റെ വചനം പഠിക്കുന്നതിന്, ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് തന്നെ പഠിക്കുന്നതിന് ഏറ്റവും നല്ല മോഡലായി താൻ കാണിച്ചൊരു പ്രത്യേക എന്താ പറയാ മെത്തേഡാണിത്. പ്രസംഗം, പ്രാക്ടിക്കൽ, പ്രസംഗം, പ്രാക്ടിക്കൽ, പ്രസംഗം, പ്രാക്ടിക്കൽ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഹിയർ ഫ്രം ജീസസ് ആൻഡ് ഷോ ദ ആക്ഷൻസ്. കർത്താവിൽ നിന്ന് കേൾക്കുക, പ്രവർത്തിയോട് ഇത് കാണിച്ചു കൊടുക്കുക. സ്വോത്രം. അങ്ങനെ ഒരു സ്പിരിച്വൽ ടീച്ചിങ് കൂടെ മത്തായിയുടെ സുവിശേഷത്തിന്റെ എഴുത്തിനകത്ത് മത്തായി ശ്രദ്ധയോടെ വരച്ചു കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല, അത് വിട്ടുകളയാൻ പാടില്ല. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ സുവിശേഷം നമ്മൾ പ്രസംഗിക്കണം, പ്രവർത്തിയിലൂടെ അത് കാണിച്ചു കൊടുക്കും. അല്ല, മനസ്സിലാകുന്നുണ്ടോ? പ്രസംഗിക്കേണ്ടത് സുവിശേഷമാണ്. ഞാൻ എൻ്റെ ക്ലാസ് ഇപ്പൊ അവസാനിപ്പിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ. പ്രസംഗിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് മാത്രമായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച നസ്രായനായ യേശു ക്രിസ്തു. അതാണല്ലോ സുവിശേഷത്തിന്റെ കാതൽ. സ്തോത്രം. അത് സുവിശേഷ വേദികൾ, ദയവായി സുവിശേഷ വേദികൾ മറ്റു പലതിനും ഉപയോഗിക്കപ്പെടുമ്പോൾ കാതലായ സന്ദേശമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. സ്തോത്രം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ എനിക്ക് അല്പം അവിടെ ഒന്ന് വിവരിക്കാനായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ അവിടെ നിർത്തുക. ഇപ്പൊ പറയാൻ പോലത് തീരുകയില്ല എന്നുള്ളത് ഞാൻ നിർത്തുന്നു. കർത്താവിന്റെ ടീച്ചിങ്സ് എല്ലാം ഒരു ഭാഗത്ത് ടീച്ചിങ് കൊടുക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അതിന്റെ പ്രവൃത്തിയും കൂടെ, ടീച്ചിങ്സ് മാത്രമല്ല അതാ ഞാൻ പറഞ്ഞത്, വേർഡ്സും ഡീഡ്സും ഒരുപോലെ ബാലൻസ് ചെയ്താണ് മത്തായി നമുക്ക് നൽകിയിട്ടുള്ളത്. വേർഡ്സ് ആൻഡ് ഡീഡ്സ്, വാക്കും പ്രവൃത്തിയും, വാക്കും പ്രവൃത്തിയും, വാക്കും പ്രവൃത്തിയും ഒരുപോലെ ബാലൻസ്ഡ് ആയി കർത്താവിന്റെ പ്രസംഗവും ടീച്ചിങ്സും പ്രഭാഷണവും എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ ജീവിതത്തിൽ താൻ എങ്ങനെ പകർത്തിയെന്നുള്ളതും വളരെ കൃത്യമായി ഒരേ രൂപത്തിൽ ബാലൻസ്ഡ് ആയിട്ടാണ് മത്തായി നമുക്ക് പകർത്തി തന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. സമയം കൃത്യമായിട്ടായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മറന്നുപോകരുത്, അതല്ലാത്ത രീതിയിൽ സുവിശേഷങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സുവിശേഷത്തിന്റെ അന്തസത്ത നഷ്ടപ്പെട്ടാൽ അവിടെ നടക്കേണ്ട സുവിശേഷത്തിന്റെ പ്രവൃത്തിയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്നും സുവിശേഷത്തിന് പകരം മറ്റൊന്നും കയറ്റി സുവിശേഷത്തിനെ ബാലൻസ് ചെയ്യാൻ
സുവിശേഷത്തെ ബാലൻസ് ചെയ്യാൻ ദയവായി മറ്റൊന്നും അതിന് പകരമാക്കി വെക്കാൻ ദയവായി ആരും ശ്രമിക്കുകയും ചെയ്യരുത്. അത് വലിയ അപകടത്തിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളതിനാൽ ആ അപകടം എന്താണെന്ന് നിശ്ചയമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. കാരണം സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് പലരുടെ സാക്ഷ്യങ്ങൾ അപ്പൊ നിങ്ങൾ വിചാരിക്കാൻ സാക്ഷ്യം പറഞ്ഞൊക്കെ തെറ്റാണെന്നല്ലോ, തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് സുവിശേഷത്തിന് പകരമല്ലെന്ന് ഞാൻ പറഞ്ഞു. സുവിശേഷത്തിന് പകരമായിട്ട് മറ്റൊന്നുമില്ല. സുവിശേഷത്തിന് പകരം സുവിശേഷം മാത്രമേ ഉള്ളൂ. കർത്താവിന് പകരം മറ്റൊന്നില്ല, കർത്താവ് മാത്രമേ ഉള്ളൂ. ക്രൂശിന് പകരം വേറെ യാതൊന്നുമില്ല, ക്രൂശ് മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് സുവിശേഷത്തിന് പകരം മറ്റൊരൈറ്റവും ആ സ്ഥാനത്ത് വരാൻ പാടില്ല. അത് വലിയ അപകടം നമുക്ക് വരുത്തി വെക്കും. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ദൈവം അനുവദിച്ച് നമുക്ക് വെള്ളിയാഴ്ച ശ്രദ്ധിക്കുകയും അതിലൂടെ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലൂടെ പെട്ടെന്ന് ഒരു ഓട്ടപ്രദർശനം നടത്തി ആ പുസ്തകം അവസാനിപ്പിച്ച് ബാക്കിയുള്ള 2 പുസ്തകം ഡൗട്ടിലൂടെ പഠിച്ചതിന് ശേഷം വേഗത്തിൽ കർത്താവിനോടൊപ്പം സഞ്ചരിച്ച് നമുക്ക് ഒരുമലിലെത്തണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചു ഇന്നത്തെ ക്ലാസ്സിനെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.